മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ് കേട്ടോ. യെസ്, നമ്മുടെ ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള കാർഷിക രീതികൾ ഏതൊക്കെയാണെന്ന് മക്കൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണെന്നുള്ളത്. ഇത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻ വരും ഈ ഒരു ഭാഗത്ത് നിന്ന്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡാണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് അല്ലെങ്കിൽ ഉപജീവന കൃഷി എന്ന് പറഞ്ഞാൽ ഒരു കർഷകൻ തൻ്റെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിന് മാത്രമായി കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് അല്ലേ, അല്ലെങ്കിൽ ഉപജീവനത്തിന് മാത്രമായി കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഉപജീവന കൃഷി അല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ, നോട്ട് ഒബ്റ്റെയിനിങ് പ്രോഫിറ്റ് നേടുക എന്നതല്ല ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് അല്ലലും നല്ലലും കൂടാതെ എന്താണ്, ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ വേണ്ടിയിട്ടുള്ള കൃഷി ചെയ്യൂലേ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കൃഷി മാത്രം ചെയ്യുന്ന രീതിയാണ് എന്ത്, സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ബാക്കി വരുന്ന, അതായത് സർപ്ലസ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സിലെ മിച്ചം വരുന്ന അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഇവർക്ക് വേണമെങ്കിൽ എന്താ, മാർക്കറ്റ് കൊണ്ടുപോയി സെയിൽ ചെയ്യുക, വേണമെങ്കിൽ മാത്രം, ബാക്കി ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. നോക്കുക, ഇതിനെ യൂസ് ചെയ്യുന്നത് ട്രഡീഷണൽ അഗ്രികൾച്ചർ ടൂൾസ് ആണ്. അതായത് വെറും എന്താണ്, പരമ്പരാഗതമായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ ടൂൾസൊക്കെയാണ്. മഴു, പടന്ന, കൊടുവാള്, ഇതൊക്കെയാണ് എന്ത്, ഇവരതിന് ടൂൾസായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് മിക്സഡ് ഫാമിംഗ് അല്ലെങ്കിൽ സമ്മിശ്ര കൃഷി എന്ന് പറയും. അതായത് ഒരു ലാൻഡിൽ മോർ ദാൻ വൺ ക്രോപ്പ് ഇൻ എ ഗിവൺ പ്ലോട്ട് ഓഫ് ലാൻഡ്. ഒരു ലാൻഡിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് കൃഷി ചെയ്യാം, ഒന്നിലധികം കൃഷി ചെയ്യുക അല്ലേ. അതായത് ഒന്നിൽ കൂടുതൽ കൃഷി ചെയ്യുന്നതിനാണ്, അതായത് ഒരു ലാൻഡിൽ ഒരുമിച്ച് ചീര, പച്ചമുളക്, തക്കാളി, ഇതൊക്കെ എന്താ പറയുക, ഒരുമിച്ച് കൃഷി ചെയ്യുന്നതിനാണ് വിളിക്കുന്നത് മിക്സഡ് ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ലാൻഡിൽ ഒരുപാട് കൃഷി ചെയ്യുക, അതാണ് മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് നോക്കാം, അതിൻ്റെ കൂടെ നമുക്ക് എലോങ് വിത്ത് ദീസ് ലൈഫ് സ്റ്റോക്ക് റിയറിങ്, പൗൾട്രി ഫാമിംഗ്, അതായത് പൗൾട്രി എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് കോഴി വളർത്താം, ഫിഷ് ഫാമിംഗ്, മത്സ്യകൃഷി നടത്താം. ഈ ഒരു ക്രോപ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് കന്നുകാലികളെ വളർത്താം, മത്സ്യകൃഷി ചെയ്യാം, കോഴീനെ വളർത്താം. ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് എന്ത്, മിക്സഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു മിക്സഡ് ഫാമിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. യെസ്, കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. അതായത് ലൈഫ് സ്റ്റോക്ക് ഫീഡ് കംസ് ഫ്രം അഗ്രികൾച്ചർ. നമ്മൾ കൃഷി ചെയ്യുന്ന ആ ഇലകളൊക്കെ നമുക്ക്, ആ ഒരു ഇലകളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ ബാക്കി വരുന്ന ഇലകളും കൊത്തിപ്പറിച്ചിട്ട ഇലകളൊക്കെയാണ് എന്ത്, കന്നുകാലികൾ എന്താണ് കഴിക്കാറുള്ളത്. അതായത് നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ എന്താണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള, കന്നുകാലികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ലഭിക്കുന്നുണ്ട്. ദെൻ മാനുവർ റിക്വയർഡ് ഫോർ അഗ്രികൾച്ചർ ഈസ് ഓൾസോ ഒബ്റ്റെയിൻ ഫ്രം ലൈഫ് സ്റ്റോക്ക്. അതായത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ എന്താണ്, ഈ കന്നുകാലികളിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ പശുവിൻ്റെ ചാണകം, കോഴിയുടെ കാഷ്ടം, ഇതൊക്കെ എന്താണ്, വളങ്ങളാണ്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് എന്താ, കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വളം ലഭിക്കുന്നുണ്ട്. ദെൻ ചിലവ് താരതമ്യേന കുറവായിരിക്കും. ഇതിലെന്താണ്, ചിലവ് താരതമ്യേന കുറവായിരിക്കും. ഓക്കെ, രണ്ട് മെത്തേഡ് നമ്മൾ നോക്കി. ഇനി മൂന്നാമത്തത് കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്, തോട്ടവിള കൃഷിയിലെ. അപ്പോൾ ഏകദേശം ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഇത് കുറച്ചുകൂടി വിപുലമായത്. തോട്ടവിള കൃഷി എന്താണ്, കുറച്ചുകൂടി വിപുലമായിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ് ഈ തോട്ടവിള കൃഷികൾ നമുക്ക് നോക്കിയാലോ. യെസ്, ടീ, കോഫി, ക്ലോവ്സ്, കാർഡമം ആൻഡ് പെപ്പർ അല്ലേ, കാപ്പി, തേയില, ഗ്രാമ്പു, ഏലം, കുരുമുളക്, ഇതൊക്കെയാണ് എന്ത്, തോട്ടവിളകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്, കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഇതില്ലേ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ ഈ തോട്ടവിളകളൊക്കെ എന്താണ്, ഭയങ്കര ആവശ്യമായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു നമ്മുടെ തോട്ടവിള കൃഷിക്ക് കേട്ടോ. അതായത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ, യൂറോപ്യൻ കൺട്രീസ് ഇൻക്ലൂഡിങ് ബ്രിട്ടൻ വേർ നീഡ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് അഗ്രികൾച്ചർ റോ മെറ്റീരിയൽസ്. നമ്മുടെ ഈ ഒരു അസംസ്കൃത വസ്തുക്കൾ എന്താണ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്താണ്, അത്യാവശ്യമായിരുന്നു കേട്ടോ. ഇതിൻ്റെ എന്താ വെച്ചാൽ ഇത് ലോങ് ടേം ഇൻകമാണ്. ഇതെന്താണ്, ദീർഘകാല വരുമാന മാർഗമാണ് ഈ തോട്ടവിള കൃഷി എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇതെന്താണ്, റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. ഇത് കൃഷി ചെയ്യാൻ എന്താണ്, ലോ കോസ്റ്റ് മതി, ചിലവ് വളരെ കുറവാണ്. ദെൻ ലാസ്റ്റ് മെത്തേഡ് വന്നിട്ട് എന്താണ്, കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്. ഏതൊക്കെയാണ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്, നമ്മുടെ റബ്ബർ ഉണ്ട്, പരുത്തി ഉണ്ട്, ചണം, ജൂട്ടൊക്കെയാണ് എന്ത്, കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനെന്താ, നല്ല ക്യാപിറ്റൽ വേണം കേട്ടോ, നല്ല ക്യാപിറ്റൽ, മൂലധനം വേണം കേട്ടോ. ഇതിന് നല്ല മൂലധനം, നല്ല പൈസ ഇറക്കിയാൽ മാത്രമേ ഇത് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല മോഡേൺ ടെക്നോളജീസ് വേണം. നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ സാധനങ്ങളൊന്നും പോരാ, നമുക്ക് മോഡേൺ ടെക്നോളജീസ് വേണം കൊമേഴ്ഷ്യൽ ക്രോപ്സൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊക്കെയാണ് ഈ കൊമേഴ്ഷ്യൽ ക്രോപ്സ് എന്ന് നമുക്ക് നോക്കാം. അതായത് മാർക്കറ്റിൽ നല്ല വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടുന്ന ഐറ്റംസ് ആണ് എന്ത്, നമ്മുടെ കൊമേഴ്ഷ്യൽ ക്രോപ്സ് എന്ന് പറയുന്നത്.
പറഞ്ഞാൽ. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. റബ്ബർ ഉണ്ട്, കരിമ്പ്, ഷുഗർ കെയിന്, കോട്ടൺ, പരുത്തി, ജൂട്ട്, ചണം. ഇതൊക്കെയാണ് വാണിജ്യ ക്രോപ്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്രോപ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ 4 മെത്തേഡ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.